നേരത്തെയൊക്കെ ഹരിതകർമ്മസേന എന്ന് പറഞ്ഞാൽ ആരും തിരിഞ്ഞു നോക്കത്തില്ലായിരുന്നു. ഇപ്പൊ വീടുകളിൽ നല്ല നല്ല മാറ്റങ്ങളുണ്ട്. എല്ലാവരും ഏറ്റവും കൂടുതൽ കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടായത്. കാരണം കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഈ പ്ലാസ്റ്റിക് വീടുകളിൽ നിന്നാണ് ശേഖരിച്ച് അച്ഛനും അമ്മയും എടുത്തു കളഞ്ഞാലും കുട്ടികൾ അത് പറക്കി കൊണ്ടുവയ്ക്കുകയും കൊണ്ടുതരികയും ചെയ്യുന്ന ഒരു പ്രവണത കാണാൻ പറ്റുന്നുണ്ട്. അത് ഞങ്ങൾക്ക് ഒരുപാട് സംതൃപ്തിയുണ്ട്. കാരണം വരും തലമുറയ്ക്കെങ്കിലും ഞങ്ങളൊരു വഴികാട്ടിയാകട്ടെ എന്ന് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്, തൃപ്തിയുണ്ട്. നന്ദി പറഞ്ഞപ്പോൾ പരിഭവങ്ങൾ പറഞ്ഞ തുടക്കകാലങ്ങളിൽ ഹരിതകർമ്മസേനയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നേ ഞങ്ങൾക്ക് ഓരോ വീടുകളിൽ ചെല്ലുമ്പോഴും ദുരനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ പട്ടിയെ അഴിച്ചു വിടുക, ഞങ്ങളോട് ഓരോ മോശമായിട്ടുള്ള വാക്കുകൾ പറയുക. അവിടെയൊക്കെ ഞങ്ങളുടെ സഹനശക്തി കൊണ്ട് മാത്രമാണ് ഇത്രയും ഞങ്ങൾ കടന്ന് ഇവിടെ വരെ എത്താൻ പറ്റിയത്. ഞങ്ങൾ വെട്ടിക്കോല പഞ്ചായത്തിലെ ഹരിതകർമ്മസേന അംഗങ്ങളാണ്. ഇവിടെ ഹരിത ഗ്രന്ഥശാല പ്രഖ്യാപനത്തോടനുബന്ധിച്ച് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആദരവ് തന്നതിൽ വളരെ സന്തോഷമുണ്ട്. നേരത്തെ മുൻപ് പലതവണ ആദരവ് കിട്ടിയിട്ടുണ്ട്. എന്നാലും ഗ്രന്ഥശാലയുടെ പേരിൽ ഇങ്ങനെ ഒരു ആദരവ് തന്ന് ഞങ്ങളെ സ്വീകരിച്ചതിന് ഒരുപാട് നന്ദി. ഞങ്ങൾക്ക് ഇന്ന് ഈ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഇന്ന് ഇവിടെ ഈ ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ ഇതുപോലെ ഒരു ആദരവ് തന്നതിന് ആദ്യമേ അവരോട് നന്ദി അറിയിക്കുന്നു. ഞങ്ങൾ മേല ഗ്രാമപഞ്ചായത്തിൽ 15 വാർഡുകളാണുള്ളത്. 15 വാർഡിലെയും ഹരിതകർമ്മസേന അംഗങ്ങൾ ഇന്നത്തെ ഞങ്ങൾക്ക് ഇവിടെ ലഭിച്ച ആദരവിന് അങ്ങേയറ്റം നന്ദി അറിയിക്കുന്നു. ഇപ്പൊ ആദ്യത്തെ പോലല്ല, അതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എങ്കിലും ഇനിയും ആളുകൾ മാറാനുണ്ട്. അവരിലും മാറ്റങ്ങൾ ഉണ്ടാവണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതിന് ബോധവൽക്കരണ ക്ലാസ്സുകളും മറ്റും സംഘടിപ്പിക്കുന്നുണ്ട്. പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നായാലും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നായാലും എല്ലാ സപ്പോർട്ടും ഞങ്ങൾക്കുണ്ട്. എങ്കിലും ഈ ചില ജനങ്ങൾക്ക് ഈ ബോധവൽക്കരണം നടത്തുന്നെങ്കിൽ അവർക്കുള്ള ബോധം കൂടെ പോവാണ്. അവർക്ക് ഇപ്പോഴും ഈ 50 രൂപ തരുന്നതിന് ഭയങ്കര എതിർപ്പാണ്. അതൊന്നും മാറി പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഒക്കെ അവർ വീടുകളിൽ നല്ലതായിട്ട് തരംതിരിച്ച് വെക്കുന്നത് കുറവാണ്. ഞങ്ങളെ സംബന്ധിച്ച് മേല പഞ്ചായത്തിനെ സംബന്ധിച്ച് തരംതിരിച്ച് തരുന്നത് വളരെ കുറവാണ്. എങ്കിലും ചേർത്ത് ഒരുമിച്ച് വെച്ചാണ് തരുന്നതെങ്കിലും ഞങ്ങളത് കൊണ്ടുപോയി 10 ദിവസം വാർഡ് കളക്ഷൻ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ അവിടെ MCF തരംതിരിച്ചാണ് മാറ്റി ഇത് കൊടുക്കുന്നത്. കൊടുക്കുന്നതാണോ? മേല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. മേല ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുന്നത് 15 വാർഡുകളാണുള്ളത്. 15 വാർഡിലെ ഹരിതകർമ്മസേന അംഗങ്ങൾ നല്ലവണ്ണം പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. അതിന് തക്കതായ സാമ്പത്തികവും ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഓരോ വാർഡിനും ലഭിക്കുന്നുണ്ട്. അതിൽ അവർ വളരെ സന്തോഷമാണ്. പിന്നെ ചില വീടുകളിൽ നിന്ന് മാത്രമേ അവർക്ക് ചില അനുഭവങ്ങൾ ഉണ്ടാകുന്നുള്ളൂ. എന്നാലും കൂടുതൽ വീടുകളും അവരോടൊപ്പം സഹകരിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. മേല ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് നല്ലവണ്ണം മുന്നോട്ട് പോകുന്നതിന് അവർക്ക് തുടർന്ന് വളരെ വരുമാനമൊക്കെ കിട്ടി തുടങ്ങിയോണ്ട് അവർ വളരെയേറെ സന്തോഷം ഉള്ളവരാണ്. തുടർന്നും അങ്ങനെ തന്നെ ആകട്ടെ എന്ന് മാത്രം. വരുമാനം പഴയ വരുമാനം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 300 രൂപയായിരിക്കും, ചിലപ്പോൾ 500 രൂപയായിരിക്കും ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പം ഞങ്ങൾക്ക് 10,000-ന് മേളില് 14,000, 15,000 വരെ മേടിക്കുന്ന വാർഡുകളുണ്ട് ഞങ്ങളുടെ മേല പഞ്ചായത്തില്. അതുകൊണ്ട് ഞങ്ങളിപ്പം നല്ല രീതിയിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിന് തക്ക വരുമാനവും ഞങ്ങൾക്കിപ്പം ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. എല്ലാത്തിലും പച്ചയായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പച്ചയായിട്ട് തന്നെ വന്നേ. മനുഷ്യരെല്ലാം പച്ചയായി തുടങ്ങി. നാടും പച്ചയായിട്ട്.